ഭക്ഷ്യവിഷബാധയെ തുടർന്നുള്ള മരണവാർത്തകൾ ഇടയ്ക്കിടെ വാർത്തകളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്താണ് ഭക്ഷ്യവിഷബാധയ്ക്കുള്ള കാരണങ്ങൾ എന്നൊന്ന് പരിശോധിക്കാം. ഭക്ഷണത്തിലൂടെ ബാക്ടീരിയയോ അത് ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളോ മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയെന്ന് സാമാന്യമായി ഇതിനെ പറയാം. പാകം ചെയ്തതോ അല്ലാത്തതോ ആയ ഭക്ഷണങ്ങളിൽ നിന്ന് വരുന്ന ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഭക്ഷ്യവിഷബാധയാണ് ഏറ്റവും കൂടുതലായി കാണുന്നത്. സ്റ്റെഫിലോകോക്കസ് വിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയകളാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് ഇടയാക്കുന്നത്. ഭക്ഷണം കഴിച്ച് 2 മുതൽ 4 മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും. ഛർദിയും വയറുവേദനയുമാണ് പ്രധാന ലക്ഷണങ്ങൾ. നേരത്തെ തയ്യാറാക്കിയ അന്തരീക്ഷ ഊഷ്മാവിലേക്ക് സാവധാനം തണുക്കാൻ ഇടയാകുന്ന ഭക്ഷണം വീണ്ടും ചൂടാക്കിയോ അല്ലാതെയോ ഉപയോഗിക്കുന്നതിലൂടെയാണ് ഇതുമൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ 30 മിനിറ്റ് തിളപ്പിച്ചാൽ പോലും നശിക്കുന്നില്ല. സാധാരണയായി 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ രോഗി സുഖം പ്രാപിക്കും. ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ജലവും ലവണങ്ങളും തിരിച്ചു നൽകിയാൽ മാത്രം മതി. അണുബാധയിലൂടെ ഉണ്ടാവുന്ന ഭക്ഷ്യവിഷബാധയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാൽമണല്ല വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയയാണ്. പാലുൽപ്പന്നങ്ങൾ, മുട്ട തുടങ്ങിയവയിലൂടെയാണ് ഇത് പകരുന്നത്. മുട്ടയുടെ വെള്ള പ്രധാന ഘടകമായ മയോണൈസ് ആണ് ഷവർമ, മന്തി തുടങ്ങിയ പുതിയ തലമുറയുടെ ഇഷ്ടഭക്ഷണങ്ങളിലൂടെയുള്ള ഭക്ഷ്യവിഷബാധയ്ക്ക് പ്രധാനമായും ഇടയാക്കുന്നത്. ഭക്ഷണം കഴിച്ച് 12 മുതൽ 24 മണിക്കൂറിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും. വിറയലോടുകൂടിയ പനി, വയറുവേദന, ഛർദി, തുടർച്ചയായ വയറിളക്കം തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. 2 മുതൽ 3 ദിവസം വരെ ഇത് നീണ്ടു നിൽക്കും. ശരിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ 1 മുതൽ 2% രോഗികൾക്ക് മരണം സംഭവിക്കാം. നമ്മുടെ നാട്ടിൽ അപൂർവമാണെങ്കിലും വളരെ അപകടകാരിയായ ഒരു രോഗമാണ് ബോട്ടുലിസം. ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന ബോട്ടുലിനം എന്ന രാസവസ്തുവാണ് രോഗഹേതു. നാഡികളെ ബാധിക്കുന്നത് മൂലം ഭക്ഷണം ഇറക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, വസ്തുക്കൾ രണ്ടായിട്ട് കാണുക, ശ്വാസതടസ്സം തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. ടിന്നുകളിൽ അടച്ചു വരുന്ന ഭക്ഷണത്തിലൂടെയാണ് രോഗം പിടിപെടുന്നത്. മരണനിരക്ക് വളരെ ഉയർന്നതാണ്. ഭക്ഷ്യവിഷബാധ തടയുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാകം ചെയ്ത ഭക്ഷണം ഉടൻ തന്നെ കഴിക്കുക. പാചകം ചെയ്ത ശേഷം പിന്നീടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പാകം ചെയ്ത ഉടൻ ഫ്രിഡ്ജിൽ വെച്ച് പെട്ടെന്ന് തണുപ്പിച്ച് സൂക്ഷിക്കുക. ബോട്ടിലിൽ വരുന്ന ഭക്ഷണങ്ങൾ 1 മിനിറ്റെങ്കിലും തിളപ്പിച്ച ശേഷം മാത്രം ഉപയോഗിക്കുക.